നമസ്കാരം, ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. കാൽപന്ത് കളിയെ നെഞ്ചിലേറ്റിയ ഒരു ഫുട്ബോൾ കുടുംബമുണ്ട് കുമിളിയിൽ. പിതാവിലൂടെ പകർന്നു കിട്ടിയ ഫുട്ബോളിന്റെ അറിവിലൂടെ രണ്ട് ചേട്ടന്മാർക്കൊപ്പം കുഞ്ഞനുജത്തി ആലിയ യാസിൻ കൂടി ഫുട്ബോളിൽ സംസ്ഥാന മത്സരത്തിൽ വിജയ തേരാളിയായതോടെയാണ് ഈ കുടുംബം സമ്പൂർണ്ണ ഫുട്ബോൾ കുടുംബമായി മാറിയത്. ഫുട്ബോൾ കുടുംബമായി മാറിയ KJ യാസിന്റെ ഇളയ പുത്രിയിലൂടെ നമുക്ക് കാൽപന്ത് കളിയെ നെഞ്ചിലേറ്റിയവരെ പരിചയപ്പെടാം. കുമിളിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി VR വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കുമിളി ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് TTI സ്കൂളിന് സമീപം താമസക്കാരനായ KJ യാസിന്റെ കുടുംബമാണ് തന്റെ 3 മക്കളിൽ ഇളയമകളായ ആലിയ കൂടി ഫുട്ബോൾ താരമായതോടുകൂടി കാൽപന്ത് കളിയെ നെഞ്ചിലേറ്റിയ കുടുംബമായി മാറിയിരിക്കുന്നത്. അഞ്ചാം വയസ്സിൽ തന്നെ പന്തിനെ തന്റെ കാൽക്കീഴിലാക്കിയ യാസിന് പക്ഷേ പ്രൊഫഷണൽ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെ ക്ലബ് തല മത്സരങ്ങളിൽ തന്നെ ഒതുങ്ങേണ്ടി വന്നു. തന്റെ ആൺമക്കളിൽ 2 പേരും കാൽപന്ത് കളിയെ നെഞ്ചിലേറ്റിയതോടെ പിതാവിന്റെ സ്വപ്നം ഇവർ നിറവേറ്റുകയായിരുന്നു. മൂത്ത മകൻ അബു താഹിർ ഇന്ത്യക്ക് വേണ്ടി കളിച്ച് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ D ലൈസൻസ് നേടി ഇപ്പോൾ വിവിധ സ്കൂളുകളിൽ പരിശീലകനായി സേവനമനുഷ്ഠിക്കുമ്പോൾ രണ്ടാമത്തെയാൾ അബി നാഷണൽ യൂണിവേഴ്സിറ്റി മത്സരങ്ങൾ വരെ കളിച്ച് രാജ്യസേവനത്തിനായി തന്റെ ഫുട്ബോൾ ആവേശം മാറ്റിവെച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ ചേർന്ന് എനിക്ക് ഫുട്ബോളിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഫുട്ബോൾ കളിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു 98 കാലഘട്ടങ്ങളായപ്പോഴത്തേക്കും ഫുട്ബോൾ ആപ്പാടെ നിലച്ചുപോയി. പിന്നെ അവിടുന്ന് ഒരു ഫുട്ബോൾ ക്ലബ്ബ്, മാസ്റ്റർ പീസ് ക്ലബ്ബ് ഒരു ഫുട്ബോൾ ക്യാമ്പായിട്ട് തുടങ്ങി. അതിൽ നിന്നും നിരവധി കുട്ടികൾ ഇപ്പം അന്താരാഷ്ട്ര മത്സരങ്ങളിലും സന്തോഷ് ട്രോഫികളിലും ദേശീയ ഗെയിംസിലൊക്കെ മത്സരത്തിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ ISL കളിക്കുന്ന കുട്ടിയുണ്ട് നമുക്ക്. അപ്പം അങ്ങനെ മുമ്പോട്ട് പോകുന്നു. ആലിയൊക്കെ കുഞ്ഞായപ്പം തൊട്ടുമുണ്ട്. ആലിയയുടെ മൂത്തത് അബുദാബിയിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. അബി എൻ്റെ രണ്ടാമത്തെ മകനാണ്. നാഷണൽ യൂണിവേഴ്സിറ്റി കളിച്ചു. ഇപ്പം ആർമിയിലാണ്. ഇതിനെല്ലാം ശേഷമാണ് പിതാവിനും ജ്യേഷ്ഠന്മാർക്കുമൊപ്പം ചെറുപ്പം മുതൽ കുമിളി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ കാൽപന്ത് തട്ടിക്കളിച്ചു തുടങ്ങിയ ആലിയ സംസ്ഥാനതല അണ്ടർ-14 ചാമ്പ്യൻഷിപ്പിൽ എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ച് ഫൈനലിൽ ഹാട്രിക് ഗോൾ നേടി എറണാകുളം ജില്ലയെ കപ്പിൽ മുത്തമിടിച്ചത്. சிங்கப்பெண்ணே சிங்கப்பெண்ணே ஆணினமே உன்னை வணங்குமே நன்றிக்கடன் திசகத்தே கருவிலே உன்னை ஏந்துமே ஒரு முறை தலைகுனி உன் பெற்று சிங்கமாக அவன் பார்ப்பதற்கு மட்டுமே ஏறு 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 நெஞ்சில் வலிமை கொண்டு ஏறு உன்னை பெண் என்று கேலி செய்த கூட்டம் ஒரு நாள் உன்னை வணங்கிடும் உயர்ந்து நில்லு. കുമിളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആൻഡ് TTI സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആലിയയ്ക്ക് അധ്യാപകർ പഠനത്തോടൊപ്പം തന്റെ ഫുട്ബോൾ സ്വപ്നങ്ങളുടെ ചിറകുകൾക്കും കരുത്ത് നൽകിയതായി ആലിയ പറയുന്നു. ടീച്ചേഴ്സ്മാരെല്ലാവരും തരുന്നുണ്ട്. പിന്നെ ആനന്ദ് സാർ കുറേ, പിന്നെ ഞങ്ങളുടെ PT സാറൊക്കെ തരുന്നുണ്ട്. പ്രിൻസിപ്പൽ, വലിയ ടീച്ചർ എല്ലാവരും സപ്പോർട്ടാണ്. ടീച്ചേഴ്സ് എല്ലാവരും. ഏറ്റവും വലിയ ആഗ്രഹം ഇന്ത്യക്ക് വേണ്ടി കളിക്കണം. തന്റെ 10ാം വയസ്സിൽ കാൽപന്ത് കളിയിൽ സമ്മാനം കരസ്ഥമാക്കിയ ആലിയ 2013 ജാർഖണ്ഡിൽ വെച്ച് നടന്ന നാഷണൽ മീറ്റിൽ ബെസ്റ്റ് പ്ലെയർ വരെയായി. പഠനത്തിനൊപ്പം ഫുട്ബോളിലും കഴിവ് തെളിയിക്കുന്ന ആലിയ സ്കൂളിന് അഭിമാനമാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ മല്ലിക ടീച്ചർ പറയുന്നു. ആലിയ ഞങ്ങളുടെ സ്കൂളിൻ്റെ തന്നെ അഭിമാനമാണ്. കുട്ടി ചെറുപ്പം മുതൽ LKG മുതൽ നമ്മുടെ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അന്ന് മുതൽ കരിക്കുലർ, നോൺ കരിക്കുലർ എല്ലാ ആക്ടിവിറ്റീസിലും മികവ് തെളിയിക്കുന്ന ഒരു കുട്ടിയാണ്. ഇതിനു മുന്നേ നമ്മുടെ സ്കൂളിന് വേണ്ടി കളിച്ച് നമുക്ക് കുറേ ട്രോഫികളും എല്ലാം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളത്തിന് വേണ്ടി കളിച്ച് 3 ഹാട്രിക് ഗോളുകളാണ് അടിച്ച് ടീമിനെ തന്നെ വിജയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉടനെ തന്നെ നാഷണൽ ലെവലിൽ സെലക്ഷൻ കിട്ടി. ഇനി അതിൻ്റെ കോച്ചിങ്ങും ഒക്കെയാണ്. അവൾ ഇതിനൊക്കെ പോകുന്നുണ്ടെങ്കിലും പഠിക്കുന്നതിൽ ഒട്ടും പുറകോട്ടല്ല. അതും ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകുന്ന മിടുക്കി കുട്ടിയാണ് ആലിയ.
അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ തന്നെ അഭിമാനമാണ് ആലിയ. തന്റെ ജ്യേഷ്ഠന്മാരുടെ സമ്മാനങ്ങൾക്കൊപ്പം തനിക്ക് ലഭിച്ചു വരുന്ന ട്രോഫികളും മെഡലുകളും കൊണ്ട് വീട്ടിലെ ഷോക്കേസുകൾ നിറയ്ക്കുന്ന ആലിയയുടെ സ്വപ്നം ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്നതാണ്. കുമളിക്കാർക്കൊപ്പം ഇടുക്കി ജില്ലയുടെയും അഭിമാനമായി ആലിയ മാറട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. VR വിജയൻ, ഇടുക്കി ലൈവ് ന്യൂസ്, കുമളി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.